നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പെൻഷൻ വിതരണവും അതോടൊപ്പം തന്നെ സർക്കാരിനോടുള്ള ജനവിരുദ്ധ വികാരവുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 6 മാസത്തോളം പെൻഷൻ വിതരണം മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരത്തിനോടൊപ്പമായി പോയെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് LDFന് ഇത്രയും ക്ഷീണം സംഭവിച്ചതെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് നൽകുവാനുള്ള GST വിഹിതവുമൊക്കെ കേന്ദ്ര സർക്കാർ പിടിച്ചുവെക്കുന്നതും അത്തരത്തിൽ പിടിച്ചുവെക്കുന്നത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുള്ള പണം നൽകാതിരുന്നതിനെ തുടർന്ന് സാമ്പത്തികമായി ഞെരുങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 6 മാസത്തോളമുള്ള പെൻഷൻ വിതരണം കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായത്. എന്നാൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് കടക്കുവാനുമാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണം വൈകിയതുമൊക്കെ സംസ്ഥാനത്തെ ഇലക്ഷനെ വലിയ തോതിൽ ബാധിച്ചുവെന്നാണ് പല നേതാക്കന്മാരും ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുതൽ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നതെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. വിശദമായ അറിയിപ്പിനും വാർത്തകൾക്കുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രദ്ധിക്കുക. താങ്ക്